ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. പിണർ പോൽ ശോഭിക്കുമാദിനം പ്രധാന ദൂതൻ തൻ കാഹളം കേട്ടിടുമ്പോൾ. ശുദ്ധരിൻ ഗണമുയർക്കുമക്ഷയരായി മറുരൂപം പ്രാപിക്കും അന്നാളിൽ നാം. തൻ വരവിന്ദിനം അത്ഭുതമാം ദിനം രോഗദുഃഖാദികൾ മാറിടുമാദിനം. നമുക്കായൊരുക്കിയ അത്ഭുത ഭവനം കർത്തൻ വരവിനായൊരുങ്ങിടുക. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ നേതൃത്വത്തിലുള്ള ശാബത്ത് സ്കൂൾ ശുശ്രൂഷയിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യുന്നു. ശാബത്ത് സ്കൂൾ ശുശ്രൂഷയുടെ ആരംഭമായിട്ട് സത്യപ്രതിഭ ഗാനങ്ങളിലെ 428 ഗാനം പാടാം. 428. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിടുന്നു, യേശു വിളിച്ചിടുന്നു. വാഴ്വിൻ നാളെല്ലാം വിണ്ണാളാ, ഭാരത്തോടെ നീ കഴിക്കുകയോ? വാഴ്വിൻ നാളെല്ലാം വിണ്ണാളാ, ഭാരത്തോടെ നീ കഴിക്കുകയോ? വന്നുടൻ പാദം തേടിയിടുകിൽ, വിണ്ണതിൽ നിന്നെ ചേർത്തിടുകേ. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിടുന്നു, യേശു വിളിച്ചിടുന്നു. കെട്ടിയ വീടും നീലം പോരുടും കണ്ടിടുമൂറ്റോറുടയവരും, കെട്ടിയ വീടും നീലം പോരുടും കണ്ടിടുമൂറ്റോറുടയവരും. കൂടുവിട്ടു നിൻ ജീവൻ പോയാ, കൂടെ വരാതെ വേർപെടുമേ. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിടുന്നു, യേശു വിളിച്ചിടുന്നു. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ. സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ. നിൻ പേരും ജീവ പുസ്തകത്തിൽ ഉണ്മയായി എഴുതിയിടുമേ. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ യേശു വിളിച്ചിടുന്നു, യേശു വിളിച്ചിടുന്നു. ഇന്നത്തെ ശാബത്ത് സ്കൂൾ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് വേദവായനയായിട്ട് 95 സങ്കീർത്തനം അതിൻ്റെ 1 മുതൽ 9 വരെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വരുവീൻ, നാം യഹോവയെ ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവന് ഘോഷിക്കുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവൻ്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി, കരയെയും അവൻ്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. വരുവീൻ, നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പ് മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയിക്കുന്ന ജനവും അവൻ്റെ കൈക്കിലെ ആടുകളും തന്നെ. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരിബയിലെ പോലെയും മരുഭൂമിയിലെ മസാനാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എൻ്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. ഈ വചനങ്ങൾ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, തിരുനാമ നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ നടക്കുന്നതായ ശാബത്ത് സ്കൂൾ ശുശ്രൂഷയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിൽ പങ്കുകൊള്ളുന്ന എല്ലാ ദൈവമക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങൾ അനുഗ്രഹം പ്രാപിച്ച് കടന്നു പോകുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാബത്ത് സ്കൂൾ പഠിപ്പിക്കുന്ന അധ്യാപകനെയും അതുപോലെ ഓരോ പ്രോഗ്രാം നടത്തുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ സാന്നിധ്യം അടിയങ്ങളോട് കൂടിയിരുന്ന് അടിയങ്ങളെ ബലപ്പെടുത്തണമേ. കൂടുതലായി ദൈവഭയമുള്ളവരായി അങ്ങയോട് അടുത്തു വരുവാൻ
പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ അടിയങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് അടിയങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരകനായിരുന്നു, രോഗത്തിന് സൗഖ്യദായകനായിരുന്നു, അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങൾക്ക് മേടിച്ചത് എല്ലാ ഉപകാരക്കായി സ്തോത്രം. അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. അവിടെ ഞങ്ങളെ അനുഗ്രഹിച്ച ആത്മീയ അനുഭൂതിയുള്ളവരായി, ആത്മീയ സന്തോഷം പ്രാപിച്ചവരായി കടന്നു പോകുവാൻ ഇടയാക്കണമേ. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ താഴ്മയോടെ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണം പരിശുദ്ധ പിതാവേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ആഴ്ചത്തെ മിഷൻ റിപ്പോർട്ടിൻ്റെ തലക്കെട്ട് ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ ലോകയാത്ര. ഇത് നമ്മെ എഴുതി അറിയിക്കുന്നത് ബ്രിജേഷ് കുമാർ എന്നൊരു വ്യക്തിയാണ്. ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്തയിൽ ജോലിയില്ലാതെ വലയുകയായിരുന്നു ബ്രിജേഷ് കുമാർ എന്ന വ്യക്തി. തനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ജോലി ഉണ്ടായിരിക്കണം എന്ന് 23 വയസ്സുകാരനായ ബ്രിജേഷ് മറ്റൊരു ഇന്ത്യക്കാരനായ സുഹൃത്തിനോട് ആവശ്യപ്പെട്ടു. എന്തെങ്കിലും ഒരു ജോലി കിട്ടാൻ സഹായിക്കുവാൻ കഴിയുമോ എന്ന് ബ്രിജേഷ് തൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു. കാരണം ഇന്ത്യയിൽ നിന്നും ജക്കാർത്തയിലേക്ക് താൻ പോയത് തൻ്റെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള ഫീസ് കൊടുത്തു തീർക്കുവാനുള്ള പണം കണ്ടെത്തുവാനാണ്. ബ്രിജേഷിൻ്റെ മാതാപിതാക്കൾ അനേകം കടം വാങ്ങിയാണ് ബ്രിജേഷിനെ പഠിപ്പിക്കാനായി അയച്ചത്. അവൻ ബിരുദധാരി ആകുന്നതിന് മുമ്പ് തന്നെ അവർ പണ ദൗർലഭ്യം നേരിടാൻ ഇടയായി. വായ്പ നൽകിയവർക്ക് തിരികെ പണം നൽകണമായിരുന്നു. അങ്ങനെ ഇരിക്കെ ബ്രിജേഷിൻ്റെ കൂട്ടുകാരൻ മറ്റൊരു വ്യക്തിയെ ബ്രിജേഷിന് പരിചയപ്പെടുത്തി. അയാൾ $2000 US അഭയാർത്ഥി പദവി വാഗ്ദാനം ചെയ്തു. എന്നാൽ ബ്രിജേഷിൻ്റെ കൈവശം $1000 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് തൻ്റെ മാതാപിതാക്കൾക്ക് അയച്ചു കൊടുക്കുവാനായി ബ്രിജേഷ് മാറ്റിവെച്ചിരുന്നതായിരുന്നു. എന്നിരുന്നാലും ഒരു അഭയാർത്ഥി ആയിരിക്കുകയാണെങ്കിൽ കൂടുതൽ പണം ഉണ്ടാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെ ബ്രിജേഷ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന $1000 പണം കൈമാറി ഒരാഴ്ചയ്ക്കകം കപ്പലിൽ അമേരിക്കയിലേക്ക് പോകുവാൻ തയ്യാറെടുത്തു. 6 മാസത്തിന് ശേഷം ജാവയിൽ നിന്ന് ഒരു കപ്പലിൽ യാത്ര തിരിച്ചു. അതിൽ 18 ഇന്ത്യക്കാരും 16 നേപ്പാളികളും അഭയം തേടി പോവുകയായിരുന്നു. എന്നാൽ കടൽ യാത്ര വളരെ ദുർഘടം പിടിച്ചതായിരുന്നു. ഭക്ഷണം, കുടിവെള്ളം എന്നിവ എല്ലാം തീർന്നു. വളരെ വൈകാതെ തന്നെ കപ്പലിൻ്റെ ഇന്ധനവും തീരാറായി. അനേകം മണിക്കൂറുകൾക്ക് ശേഷം മൈക്രോനേഷ്യൻ ദ്വീപായ യാപ്പിൽ അവർ എത്തിച്ചേർന്നു. യാത്രക്കാരും അതുപോലെ തന്നെ കപ്പൽ ജോലിക്കാരും അവിടെ തടവിലാക്കപ്പെട്ടു. ബ്രിജേഷിനെയും മറ്റുള്ളവരെയും 6 മാസം കപ്പൽ നിർമ്മാണ സ്ഥലത്ത് അവർ പാർപ്പിച്ചു. US പോലീസും FBI അവരെ ചോദ്യം ചെയ്യുവാനിടയായി. വിവിധ ക്രിസ്തീയ സഭകളിൽ നിന്നും പുരോഹിതന്മാർ അവർക്ക് ആഹാരവും മറ്റ് സാധനങ്ങളും എത്തിച്ചു നൽകി. അവിടെ വെച്ച് താൻ ഒരിക്കലും കേട്ടിട്ടില്ലാത്തതും കേൾക്കാൻ താല്പര്യമില്ലാത്തതുമായ യേശുവിനെ പറ്റി അവർ സംസാരിച്ച് ബ്രിജേഷ് കേട്ടു. ബ്രിജേഷിന് ഒരു അഭയാർത്ഥിയാകണമെന്നുള്ള ആഗ്രഹം അവനെ അലട്ടിക്കൊണ്ടേയിരുന്നു. എന്നാൽ മൈക്രോനേഷ്യൻ അധികാരികൾക്ക് അവരെ ഇന്ത്യയിലേക്ക് കയറ്റി അയക്കണമായിരുന്നു എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. അങ്ങനെ മാസങ്ങൾ തള്ളി നീക്കി. ആഹാരം വളരെ ദുർലഭമായിക്കൊണ്ടേയിരുന്നു. ബ്രിജേഷിൻ്റെ പ്രത്യാശയ്ക്ക് അങ്ങനെ ഭംഗം വരുവാനിടയായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ പേര് കരമനോൾഫ എന്നായിരുന്നു, അദ്ദേഹം ചരക്ക് കയറ്റുന്ന ഒരു കണ്ടെയ്നറുമായി അവരുടെ അടുക്കിലേക്ക് വരുവാനിടയായി. അതിനുള്ളിലെ ആഹാരവും മറ്റു വസ്തുക്കളും കണ്ട് ബ്രിജേഷിനും മറ്റുള്ളവർക്കും വളരെ സന്തോഷമായി. അവർ വാവിട്ട് കരയുവാൻ ഉള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി. കരമനോൾഫ എന്ന പാസ്റ്റർ തുടർന്നും അവരെ സന്ദർശിക്കുവാനിടയായി. ബ്രിജേഷും കൂട്ടുകാരും അദ്ദേഹത്തെ കാണാനും അദ്ദേഹം പറയുന്നത് കേൾക്കുവാനും ഇടയ്ക്കിടെ ചുറ്റും കൂടാൻ ഇടയായി. അതിൽ ഒരാൾ പാസ്റ്ററിനോട് ചോദിച്ചു, മറ്റുള്ള പുരോഹിതന്മാരും പാസ്റ്റർമാരും വിട്ടുപോയപ്പോഴും എന്തുകൊണ്ടാണ് അങ്ങ് ഞങ്ങളെ സഹായിക്കാൻ പതിവായി വരുന്നത്? പാസ്റ്റർ നൽകിയ മറുപടി ഇപ്രകാരമായിരുന്നു: ഞാനൊരു സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റ് പാസ്റ്ററാണ്. എന്നേക്കാൾ കൂടുതൽ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. അവിടുന്ന് നിങ്ങളെ രക്ഷിക്കുവാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുവാനും പരിശ്രമിക്കുകയാണ്. പിന്നീട് ബ്രിജേഷും കൂട്ടുകാരും അറിയുവാൻ സാധിച്ചു, അദ്ദേഹം തങ്ങൾക്ക് ആഹാരം നൽകേണ്ടതിന് ഈ പാസ്റ്റർ ഭക്ഷണം കഴിക്കാതെ കഴിയുകയായിരുന്നു. ഇതവരെ വളരെ വേദനിപ്പിക്കുവാൻ ഇടയായി. അന്ന് തന്നെ 9 നേപ്പാളികൾ തങ്ങളുടെ ഹൃദയം യേശുവിനായി നൽകി. അവർ ഒരു ടെൻറ്റ് കെട്ടി ശബദ് ആരാധന അവിടെ തുടങ്ങുവാൻ ആരംഭിച്ചു. ഒട്ടനവധി മാറ്റങ്ങൾ ബ്രിജേഷും
ബ്രിജേഷിന് നേപ്പാളികളിൽ കാണുവാൻ സാധിച്ചു. ഉദാഹരണത്തിന്, മുമ്പ് ഈ നേപ്പാളികൾ ഇന്ത്യക്കാരോട് ആഹാര സാധനങ്ങൾക്ക് വേണ്ടി ശണ്ട കൂടുന്നവരായിരുന്നു. എന്നാൽ അവരിപ്പോൾ സ്നേഹിക്കുന്നവരും പങ്കുവയ്ക്കുന്നവരുമായി മാറിയിരിക്കുന്നു. ഇത് ബ്രിജേഷിനെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി. അങ്ങനെയിരിക്കെ ഒരു ശബത്തിൽ ബ്രിജേഷ് ഒരു നേപ്പാളി സുഹൃത്ത് നൽകിയ ക്ഷണം സ്വീകരിച്ച് ശബത്തിൽ ആ കൂടാരത്തിൽ ആരാധനയ്ക്കായി ചെല്ലുകയുണ്ടായി. അവർ ബ്രിജേഷിനെ സ്വാഗതം ചെയ്യുകയും അവനും അവൻ്റെ കുടുംബത്തിനും അവൻ്റെ ഭാവിക്കുമായി പ്രാർത്ഥിച്ചു. ഒരു ബൈബിളും ബ്രിജേഷിന് നൽകി. അതിലൊരു സുഹൃത്ത് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഒരുവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. അപ്രകാരം വിശ്വസിച്ച് ബ്രിജേഷും പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ഒരു ദൈവിക അനുഭവം ബ്രിജേഷിന് ഉണ്ടായി. തൻ്റെ അമൂല്യമായി താൻ കരുതിയിരുന്ന ഏലസ് കഴുത്തിൽ നിന്നെടുത്ത് അദ്ദേഹം കടലിലേക്ക് എറിഞ്ഞു. അങ്ങനെ യേശുവിനെ പിൻപറ്റുവാൻ ബ്രിജേഷ് തീരുമാനിച്ചു. തൻ്റെ അഭയാർത്ഥി അവകാശം ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് ബ്രിജേഷ് മടങ്ങി. ഇന്തോനേഷ്യയിലേക്ക് ഇപ്പോൾ പോയിട്ട് ഏകദേശം 2.5 വർഷം കഴിഞ്ഞു. ഇന്ന് ഒരു ഗ്ലോബൽ മിഷൻ പ്രവർത്തകനായി ബ്രിജേഷ് ശുശ്രൂഷ ചെയ്യുന്നു. ഇപ്പോൾ സ്പൈസർ അഡ്വൻറ്റിസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ പാസ്റ്റർ ആകുവാൻ പഠിക്കുന്നു. ബ്രിജേഷ് നൽകിയ ബൈബിൾ പഠന ക്ലാസ്സിലൂടെ 4 പേര് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഇടയായി. അനേകർ സ്നാനത്തിനായി ഒരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. തൻ്റെ മാതാപിതാക്കളുടെ കടബാധ്യതകളെല്ലാം തന്നെ തീർന്നു. ഇപ്പോൾ അവരും ബൈബിൾ പഠിക്കുന്നു. താൻ ഇപ്പോഴും ആ നേപ്പാളി സുഹൃത്തുക്കളുമായുള്ള ബന്ധം തുടരുന്നു. അനേകരുമായി ബ്രിജേഷ് യേശു കർത്താവിനെ പങ്കിടുകയാണ്. തനിക്ക് ഒന്നുമില്ലാതിരുന്നപ്പോൾ കർത്താവ് തന്നെ രക്ഷിച്ചു എന്ന വലിയ അനുഭവം ബ്രിജേഷ് നമ്മളോടും പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. ബ്രിജേഷിൻ്റെ ദൈവവേല വളരെ ഉത്സാഹത്തോടെ ചെയ്യാനുള്ള പ്രാപ്തിക്കായി നിങ്ങളുടെ പ്രാർത്ഥനയും ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ക്വാർട്ടറിലെ 13ാം വാര കാണിക്കയുടെ ഒരു ഭാഗം വാരണാസിയിൽ സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റ് സ്കൂളിൽ ഒരു ഡോർമിറ്ററി പണിയുന്നതിന് ഉപയോഗിക്കപ്പെടുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ മിഷൻ റിപ്പോർട്ടിൽ നിന്ന് നിർത്തുന്നു. നന്ദി. ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ? ആരു മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആരു മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ? കാക്കയാൽ ആഹാരം നൽകിയവൻ, കാടപ്പക്ഷികളാൽ പോറ്റിയവൻ. കാക്കയാൽ ആഹാരം നൽകിയവൻ, കാടപ്പക്ഷികളാൽ പോറ്റിയവൻ. കാണുന്നവൻ എല്ലാം അറിയുന്നവൻ, കൺമണി പോലെന്നെ കാക്കുന്നവൻ. കാണുന്നവൻ എല്ലാം അറിയുന്നവൻ, കൺമണി പോലെന്നെ കാക്കുന്നവൻ. ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ?
മരുഭൂമിയിൽ മന്ന ഒരുക്കിയവൻ മാറയെ മധുരമായി തീർത്തവൻ മരുഭൂമിയിൽ മന്ന ഒരുക്കിയവൻ മാറയെ മധുരമായി തീർത്തവൻ മാറാത്തവൻ ചിറകിൽ മറയ്ക്കുന്നവൻ മഹത്വത്തിൽ എന്നെ ചേർക്കുമവൻ മാറാത്തവൻ ചിറകിൽ മറയ്ക്കുന്നവൻ മഹത്വത്തിൽ എന്നെ ചേർക്കുമവൻ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ സാബസ് സ്കൂൾ സർവീസിൽ പ്രഭാത ധ്യാനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ദൈവം അവസരം തന്നതിനായി നമുക്ക് ഞാൻ ദൈവത്തോട് നന്ദിയുള്ളവനായി കാണപ്പെടുന്നു. ഒരു ചെറിയ ആശയം അല്ലെങ്കിൽ ഒരു ധ്യാനം, യഹോവയുടെ പ്രവൃത്തി എന്നുള്ളതാണ് അതിന് പേര് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് കഴിഞ്ഞ ആഴ്ചയിലെ സെർമൺ നിങ്ങളെല്ലാവരും കേട്ട് കാണും. ഈ കാലഘട്ടത്തിലെ നമ്മുടെ സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റിൻ്റെ ആ സഭയുടെ ഒരു പ്രസക്തി എന്താണ് എന്നുള്ളതാണ് ടിറ്റോ സാർ അവറുകളിൽ നിന്ന് നമ്മൾ കേട്ടത്. അതിൽ നിന്നും ഉണ്ടായ ഒരു ചിന്തയാണ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വാക്യം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സഭാപ്രസംഗി 12:1 അതിൻ്റെ ആദ്യ ഭാഗം. നിൻ്റെ യൗവന കാലത്ത് നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. നിൻ്റെ യൗവന കാലത്ത് നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. നമ്മുടെ സൃഷ്ടാവിനെ ഓർക്കുക എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ സൃഷ്ടാവിനെ അംഗീകരിക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ശബദ് അംഗീകാരമാണ്. അതല്ലെങ്കിൽ ശബദിനെ നമ്മൾ അംഗീകരിക്കുന്നു എന്നുള്ളതിന് തെളിവാണ്. ഈ യൗവനത്തിൽ നമ്മുടെ സൃഷ്ടാവിനെ ഓർക്കണം. അത് എന്തുകൊണ്ട് ഇതിങ്ങനെ മുന്നോട്ട് പറയുന്നു എന്ന് വെച്ചാൽ, നമുക്കറിയാം കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെ ഒരു വലിയ പ്രധാനപ്പെട്ട തത്വചിന്തകനാണ് ടോയിൻബി. അദ്ദേഹം ഇങ്ങനെ കോട്ട് ചെയ്യുകയുണ്ടായി, കീപ് യുവർ യൂത്ത്ഫുൾ സ്പിരിറ്റ് അൺടിൽ യു ആർ ഡെഡ്. നിങ്ങളുടെ മരണം വരെ നിങ്ങൾക്കുള്ള ഒരു യൗവനത്വം, യൂത്ത്ഫുൾ സ്പിരിറ്റ് സൂക്ഷിക്കണം എന്ന് പറയുന്നു. കാരണം നമുക്കറിയാം ഏതൊരു ഘട്ടത്തിലും നമുക്ക് ഒന്ന് പ്രതികരിക്കണമെങ്കിലോ അതല്ലെങ്കിൽ അതിനെ അഭിമുഖീകരിക്കണമെങ്കിലോ നമുക്ക് ഊർജം അത്യാവശ്യമാണ്. ആ ഊർജം ഒരു മനുഷ്യൻ്റെ അതല്ലെങ്കിൽ ഒരു ജീവിയുടെ അതിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ ഉള്ളത് തന്നെയായി ആയിരിക്കുകയില്ല അതിൻ്റെ അവസാന ഘട്ടത്തിൽ ഉള്ളത്. നമുക്കറിയാം വയസ്സാകും തോറും നമ്മുടെ ആരോഗ്യം ക്ഷയിക്കും. പക്ഷേ നമ്മുടെ ഒരു ഉൾക്കാഴ്ചയുണ്ടല്ലോ, അത്
നിലനിർത്തുന്നതാണ് ആ ഊർജം വീണ്ടും ഉണ്ട് എന്നുള്ള സ്വയബോധവും ഇതെല്ലാം നമുക്ക് തരുന്നത്. നമുക്കറിയാം ഏതൊരു പ്രസ്ഥാനവും, ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഉണ്ടാകാനായിട്ട്, ഈ ചിന്ത ഉണ്ടാകാനായിട്ടുള്ള പ്രചോദനം എന്താണെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ പ്രസ്ഥാനം, അഡ്വൻറ്റിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഈ കാലഘട്ടത്തിൻ്റെ പ്രസക്തി ഉള്ളതാണ്. അതായത് നമ്മളെപ്പോഴും വളരെയധികം അഭിമാനത്തോടെ പറയും, നമ്മൾ അന്ത്യകാല സുവിശേഷം പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗമാണ്, അത് നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയും വളരെ വീമ്പടിച്ച്. അതേസമയം അതിനുവേണ്ടി നാം എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ സ്വയം ഒരു വിലയിരുത്തൽ നടത്തേണ്ട ഒരു സന്ദർഭമാണിത്. കാരണം നമുക്കറിയാം, നമ്മളുടെ കേരളത്തിലെ, ഞാൻ ആഗോള അഡ്വൻറ്റിസത്തെക്കുറിച്ചല്ല പറയുന്നത്, നമ്മുടെ പ്രദേശത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിനുള്ളിൽ നമുക്കെത്ര പള്ളികളുണ്ടെന്നും അതിൻ്റെ എല്ലാ പള്ളികൾക്കും ശരിയായിട്ടും ഒരു സുവിശേഷകനുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇല്ല എന്നുള്ളത്. അപ്പോൾ അതെന്തുകൊണ്ട് വന്നു എന്ന് വെച്ചാൽ നമ്മുടെ ഒരു 25-നും 40-നും ഇടയ്ക്ക് എത്ര പാസ്റ്റർമാരുണ്ടെന്ന് നമ്മൾ സ്വയം ചിന്തിച്ചാൽ മതി. അത് ആ ടിറ്റോ പാസ്റ്റർ നമ്മളോട് പറഞ്ഞ നമ്മുടെ പ്രസക്തി നമ്മൾ എന്തുമാത്രം സൂക്ഷിക്കുന്നു എന്നുള്ളതിനെ ഈ കണക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഏതൊരു പ്രസ്ഥാനത്തിനും അതിൻ്റെ ശരിയായ തലത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ശരിയായ യുവാക്കൾ ആവശ്യമാണ്. ആ യുവാക്കളെ നമ്മൾ വചനത്താലും നമ്മുടെ ആശയപരമായിട്ട് നമ്മൾ ശക്തീകരിച്ച് കൊണ്ടുവരേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മളിൽ ഓരോരുത്തരിലുമാണ്. പ്രധാനമായും നമ്മുടെ നേതാക്കന്മാരും അത് ശ്രദ്ധിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് 1987 ഇവിടെ തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കോൺഗ്രസ് നടക്കുന്നത്. അന്ന് സാധാരണ ഇത്തരം പ്രവർത്തികളിലെല്ലാം സഹായിക്കുന്നത്, അതല്ലെങ്കിൽ വളരെ ഊർജ്ജസ്വലരായിട്ട് മുന്നോട്ട് വരുന്നത് അതിൻ്റെ ഘടകങ്ങളും അതല്ലെങ്കിൽ വിദ്യാർത്ഥി ഘടകങ്ങളുമൊക്കെയാണ്. അതേസമയം ആ ഒരു പ്രത്യേക കോൺഗ്രസ്സിൽ ഈ 2 വിഭാഗക്കാരെയും മാറ്റി നിർത്തിയിട്ട്, എന്നാൽ അവിടെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ യുവാക്കൾ തീർച്ചയായിട്ടും വേണമല്ലോ, അതിനുവേണ്ടി തിരഞ്ഞെടുത്ത ചില കോളേജുകളിലെ നിന്നും ആണ് ഞാനും വിദ്യാഭ്യാസം ആ കാലഘട്ടത്തിൽ നടത്തുന്നത്. ഞാൻ എന്തിനു പറഞ്ഞെന്ന് വെച്ചാൽ, ഏതൊരു പ്രസ്ഥാനമായാലും ഏതൊരു സംഘടനയായാലും അതിനെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ശരിയായ ഒരു യുവത്വം അതിനെ ഭാഗമാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ ആയില്ലെങ്കിൽ നമ്മൾക്ക് ആ പ്രസ്ഥാനത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ഒരു വാക്യം കൂടെ വായിച്ചുകൊണ്ട് ഈ ധ്യാനത്തിൽ നിന്നും വിരമിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകം 48-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം, അതിൻ്റെ ആദ്യ ഭാഗം ഇങ്ങനെ പറയുന്നു: യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. നോക്കണേ, നമ്മളിപ്പോൾ പറയുന്നത് ഈ അന്ത്യകാല ദൂതനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറയാനുള്ള അപ്പോസ്തലന്മാർ സമുദ്രക്കാരാണെന്ന് നമ്മൾ വീമ്പടിക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മൾ എത്ര പേര് ഇത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഈ ആശയം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലേക്ക് വേണ്ടി നമ്മൾ എത്ര പേര് ഇതിന് വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുന്നു എന്നുള്ളത് നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ടതാണ്. കാരണം അങ്ങനെ ഉദാസീനതയോടെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ, ഏതെങ്കിലും ഒരു നമ്മൾ വലിയ കാര്യത്തിൽ വീമ്പടിക്കുകയും അത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന, അതാണ് ഞാൻ ഉദാസീനത എന്നുദ്ദേശിച്ചത്. അതുകൊണ്ട് യഹോവയുടെ പ്രവൃത്തി, അതല്ലെങ്കിൽ യഹോവയ്ക്കായുള്ള പ്രവൃത്തി എന്ന് വേണം ഈ പ്രഭാത ധ്യാനത്തിന് പേര് നൽകേണ്ടതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ചിന്തിക്കുന്നു. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ.
യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യാതിരിക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. ശാബ സ്കൂൾ ശുശ്രൂഷയുടെ അവസാനമായിട്ട് നമുക്ക് ഏവർക്കും ചേർന്ന് സത്യപ്രതിഭ ഗാനങ്ങളിലെ 851 പാട്ട് പാടാം. സ്തുതി ചെയ്യും മനമേ നിത്യവും. 851. മനമേ നിത്യവും നിൻ ജീവനാഥനേശുവേ, ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി, ഇതുപോൽ
സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി മരണാധികാരിയായിരുന്ന ഘോരനാം പിശാചിനെ മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്തനാഥനെ മരണത്തിനാലെ നീക്കി മൃത്യു ഭീതി തീർത്തനാഥനെ ദിനവും മനമേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ അതിധൈര്യമായി കൃപാസനത്തിൻ നന്ദികത്തിൽ ചെന്നു നീ അതിധൈര്യമായി കൃപാസനത്തിൻ അന്തികത്തിൽ ചെന്നു നീ ബഹുദൂതരുച്ച നാദമോടെ വാഴ്ത്തിടുന്ന നാദനെ ബലവും ധനവും ജ്ഞാനമെല്ലാം സ്വീകരിപ്പാൻ യോഗ്യനെ ബലവും ധനവും മാനമെല്ലാം സ്വീകരിപ്പാൻ യോഗ്യനെ സ്തുതി ചെയ് മനമേ നിത്യവും ജീവനാഥ യേശുവേ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ശാബ സ്കൂളിൻ്റെ അവസാനമായിട്ട് നമുക്കേവർക്കും തലകളെ വണക്കി നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമാകുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, എൻ്റെ നാഥ, ഈ വിശുദ്ധ ദിവസത്തിൽ അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന വലിയ കൃപയെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഈ ശാബ സ്കൂൾ ശുശ്രൂഷകളെ എല്ലാം നീ അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം. ഇതിൽ കർത്താവെ ഓരോ ഭാഗവും ചെയ്ത നിൻ്റെ മക്കളെയെല്ലാം തൃക്കരത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ അവർക്ക് കൊടുത്ത താലന്തുകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു നാഥ. ലോകമെങ്ങും നടക്കുന്ന ശാബത്ത് ആരാധനകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നാഥ. ദൈവമേ, നിൻ്റെ മക്കളെ അവിടെ ആയി നീ അവിടുന്ന് സൂക്ഷിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ചൻ്റെ കൃപയും സാന്നിധ്യവും ഞങ്ങളോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദത്തിൻ്റെ അനുഗ്രഹവും സന്തോഷവും ഞങ്ങൾക്ക് ഏവർക്കും പകർന്നു നൽകണം. സകലവും യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. കഴിഞ്ഞ 10 ആഴ്ചകളിൽ മനോഹരമായ ശാബ സ്കൂൾ പാഠങ്ങൾ നാം പഠിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഇന്ന് 11ാമത്തെ പാഠഭാഗത്തിലേക്ക് നാം പഠിക്കുവാൻ തക്കവണ്ണം, ചിന്തിക്കുവാൻ തക്കവണ്ണം കടന്നു പോവുകയാണ്. പ്രാർത്ഥനയോടെ ഇന്നത്തെ ചിന്താ വിഷയം, ഇന്നത്തെ പാഠഭാഗം നമുക്ക് ഏവർക്കും ഒരുമിച്ച് പഠിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് ഇന്നത്തെ ഞങ്ങളുടെ പാഠപഠനത്തെ അനുഗ്രഹിക്കണമേ. ദൈവവചനത്തിലെ ആഴങ്ങളെ മനസ്സിലാക്കുവാൻ ഇന്നത്തെ പാഠത്തിലൂടെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പഠിപ്പിക്കുന്ന അടിയനെയും അത് കേൾക്കുന്ന അവിടുത്തെ പ്രിയപ്പെട്ട മക്കളെയും അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. മർമ്മങ്ങളെ മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ പിതാവേ, പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് നാം ക്രിസ്ത്യാനിയും വേലയും എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി ചിന്തിക്കുവാൻ തക്കവണ്ണം കടന്നു പോവുകയാണ്. ദി ക്രിസ്ത്യൻ ആൻഡ് വർക്ക്, ക്രിസ്ത്യാനിയും വേലയും എന്ന പാഠഭാഗം. മനപ്പാഠവാക്യം 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 58-ാമത്തെ വാക്യം അതിപ്രകാരം പറയുന്നു: ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കയാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ. ഇതാണ് ഇന്നത്തെ നമ്മുടെ മനപ്പാഠവാക്യം. ഒരു ക്രിസ്ത്യാനിക്ക് വേലയുമായുള്ള ബന്ധത്തെക്കുറിച്ച്, അത് പലവിധമായ വേലകൾ, ആ ബന്ധത്തെക്കുറിച്ച് ഇന്ന് പകൽക്കാലം ഈ കഴിഞ്ഞ ഒരാഴ്ചയിലുടനീളം നാം പഠിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. നമുക്ക് മനസ്സിലാക്കേണ്ടിയ ധാരാളം സത്യങ്ങളെ പരിശുദ്ധനായ ദൈവം ഈ ആഴ്ചയിലെ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്.
ഇവിടെ വേല എന്നത് മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അവരെ സൃഷ്ടിച്ചവനായ ദൈവം അവർക്ക് ചെയ്യുവാൻ തക്കവണ്ണം ഒരു വേലയും ഏൽപ്പിച്ചു നൽകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആയതിനാൽ വേല എന്നത് ദൈവത്തിൻ്റെ ആശയമാണ്. അത് ദൈവമാണ് അതിൻ്റെ സൃഷ്ടികർത്താവ്. വേല, ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവന് ചെയ്യുവാൻ തക്കവണ്ണം വേല നൽകിയത് ഒരു ദൈവിക പദ്ധതിയാണ് എന്ന സത്യത്തെ നാം ആമുഖമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് പാപത്തിന് മുൻപാണെങ്കിൽ പോലും ദൈവം ആദമിനെയും ഹൗവയെയും സൃഷ്ടിച്ചുണ്ടാക്കിയിട്ട് ആ തോട്ടത്തിൽ അവരെ ആക്കി അവിടെ വേല ചെയ്യുവാൻ, ആ തോട്ടത്തെ കാപ്പാൻ ദൈവം അവരെ ഏൽപ്പിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 2:15 നമുക്കത് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ഇവിടെ അതൊരു സേവനമാണ്. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരായ ആദമും ഹൗവയും അപ്രകാരം ചില വേലകൾ ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. പാപത്തിന് മുൻപ്, വീഴ്ച ഭവിക്കാത്ത ഒരു ലോകത്തിൽ ദൈവം വേലയ്ക്ക്, ജോലിക്ക് പ്രത്യേകമായ പ്രാധാന്യം കൊടുത്ത് അത് ചെയ്യുവാൻ തക്കവണ്ണം അവരോട് ആഹ്വാനം ചെയ്തുവെങ്കിൽ പാപത്തിന് ശേഷം എപ്രകാരം മനുഷ്യർ വേല ചെയ്യണമെന്ന് നമ്മെ ഈ ആശയം വ്യക്തമായി ബോധ്യപ്പെടുത്തുകയാണ്. ഇവിടെ പഴയ നിയമകാലത്ത് നാം തിരുവെഴുത്തുകളെ പരിശോധിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ വേല ചെയ്യുക എന്നത് ഓരോ യഹൂദൻ്റെയും ഉത്തരവാദിത്വമായിരുന്നു. അല്ലെങ്കിൽ മാതാപിതാക്കൾ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വങ്ങളിൽ ഒന്നാണ് അവരെ വേദപുസ്തകം പഠിപ്പിക്കുക മാത്രമല്ല ആ കുഞ്ഞുങ്ങളെ ഒരു കൈത്തൊഴിൽ പഠിപ്പിക്കുക എന്നത് അവരുടെ വലിയ ഒരു ഉത്തരവാദിത്വമായിരുന്നു. ഏതെങ്കിലും മാതാപിതാക്കൾ പഴയ നിയമത്തിൽ അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ അവർക്ക് ഏറ്റവും അനുയോജ്യമെന്ന് തോന്നായ ഒരു കൈത്തൊഴിൽ പഠിപ്പിക്കുവാൻ മനസ്സ് വയ്ക്കാതെ ഇരുന്നാൽ യഹൂദ മര്യാദ പ്രകാരം അവർ ഒരു കുറ്റം ചെയ്യുകയാണ്. They were committing a crime if they don't teach their children a trade for themselves. ആ കുഞ്ഞുങ്ങളെ ഏതെങ്കിലും ഒരു വേല പഠിപ്പിക്കുവാൻ ഇടയാകാതെ ഇരുന്നാൽ അവർ ദൈവത്തിന് മുൻപാകെ ഒരു കുറ്റം ചെയ്യുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. അത് ഈ പാഠഭാഗത്തിൽ അപ്രകാരം ഒരു കാര്യം എഴുതിയിരിക്കുന്നു എന്നുള്ളത് സത്യം തന്നെ. എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിൽ മിസസ് വൈറ്റ് എഴുതുവാൻ തക്കവണ്ണം ഇടയായ എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിൽ ധാരാളം കാര്യങ്ങൾ ആ വേലയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. പാട്രിയറ്റ്സ് ആൻഡ് പ്രോഫിറ്റ്സ് എന്ന പുസ്തകത്തിൽ സ്കൂൾ ഓഫ് ദ പ്രോഫിറ്റ്സ്, സ്കൂൾസ് ഓഫ് ദ പ്രോഫിറ്റ്സ് എന്ന ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ ദൈവത്തിൻ്റെ ജനം അല്ലെങ്കിൽ ദൈവത്താൽ വിളിക്കപ്പെട്ടവരായ ദൈവത്തിൻ്റെ മക്കൾ അവർ ഒരു വേല സ്വയമായി പരിശീലിച്ചിരിക്കണം എന്ന് വ്യക്തമായി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇൻ പേജ് നമ്പർ 627 അവിടെയും ഇതേ ആശയം രേഖപ്പെടുത്തിയിരിക്കുന്നു. In Israel, this is not thought a strange degrading. Indeed, it was regarded a crime to allow children to grow up in ignorance of useful labor. ഇവിടെ പഴയ നിയമ പുസ്തകത്തിൽ നാം പരിശോധിക്കുമ്പോൾ കാണുന്നത് ഓരോ മാതാപിതാക്കളും അവരുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും അനുയോജ്യമായ ഒരു കൈത്തൊഴിൽ പഠിപ്പിക്കണമായിരുന്നു. അത് പഠിപ്പിക്കാത്ത മാതാപിതാക്കൾ ദൈവത്തോട് കുറ്റം ചെയ്യുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. അതുമാത്രവുമല്ല, സ്കൂൾ ഓഫ് ദ പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ പ്രവാചക പള്ളിക്കൂടങ്ങളിൽ അവിടെ കടന്നു വരുന്ന ദൈവത്തിൻ്റെ മക്കൾ, വചനം പഠിക്കുവാൻ തക്കവണ്ണം കടന്നു വരുന്ന ദൈവത്തിൻ്റെ മക്കൾ അവരുടെ ജീവിതം അവിടെ രൂപപ്പെടുത്തുന്നത് പഠനത്തോടൊപ്പം മാനുവൽ ലേബറിൽ അല്ലെങ്കിൽ ചില കൈത്തൊഴിലുകളിൽ ഏർപ്പെട്ടിട്ടാണ് എന്ന് നമ്മെ ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. അതുമാത്രവുമല്ല, അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ പോലും അവരുടെ ജീവിതം കരുപ്പിടിപ്പിച്ചത് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് ആവശ്യമായ കാര്യാദികൾ നേടിയെടുത്തതും അവർ സ്വായത്തമാക്കിയതും പ്രവർത്തിച്ചതുമൊക്കെ ഇപ്രകാരമുള്ള ചില കൈത്തൊഴിലുകളിലൂടെ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. അപ്പോസ്തലനായ പൗലോസിനെ നാം ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ അദ്ദേഹം ഒരു കൂടാരപ്പണിക്കാരനായിരുന്നു. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, ഒരു ക്രൈസ്തവന് വേലയുമായി അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. അത് ദൈവം സ്ഥാപിച്ചു, ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു. എബ്രായ മാതാപിതാക്കളെ, അവരുടെ കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം നിർദ്ദേശം കൊടുത്തു. അപ്പോസ്തലന്മാർ കൈത്തൊഴിലുകൾ, പല വിധമായ ജോലികൾ ചെയ്യുന്നവരായിരുന്നു എന്നത് നാം തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ നാം ഇന്ന് ഈ ആഴ്ചകളിലും ഈ ക്വാർട്ടറിലുടനീളവും പഠിച്ചു വരുന്നത് വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ്. ആ വിദ്യാഭ്യാസത്തിന് വേലയോടുള്ളതായ ബന്ധത്തെക്കുറിച്ചാണ് നാം ആഴമായി ഈ ആഴ്ചയിലുടനീളം ചിന്തിക്കുവാനും പഠിക്കുവാനും തക്കവണ്ണം ഇടയായിത്തീർന്നത്. ഇവിടെ
നാം പ്രത്യേകിച്ചും ഈ ആശയം ഏറ്റെടുത്ത് ഉൾക്കൊള്ളുമ്പോൾ ഞായറാഴ്ചയിലെ ഭാഗത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ കാണുന്നത് ദി മെനി സൈഡ്സ് ഓഫ് വർക്ക്, വേലയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ നമ്മെ ഞായറാഴ്ചയുടെ ഭാഗത്തിൽ പഠിപ്പിക്കുകയാണ്. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: ജീവപര്യന്തം സന്തോഷിക്കുന്നതും സുഖം അനുഭവിക്കുന്നതുമല്ലാതെ ഒരു നന്മയും മനുഷ്യർക്കില്ല എന്ന് ഞാൻ അറിയുന്നു. ഏതു മനുഷ്യനും തിന്നു കുടിച്ച് തൻ്റെ സകല പ്രയത്നം കൊണ്ടും സുഖം അനുഭവിക്കുന്നതും ദൈവത്തിൻ്റെ ദാനമാകുന്നു എന്ന് ഈ വേദഭാഗത്തിൽ ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ നമ്മോട് പറയുന്നു. വേലയുടെ പല വശങ്ങളുണ്ട്. അനവധിയായ കൈത്തൊഴിലുകളെ നമുക്ക് ഈ ഭൂമിയിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. നമ്മുടെ ദൈനംദിനമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, ജീവിത സന്ധാരണത്തിന് വേണ്ടി, നാം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ആവശ്യമായ വസ്തുക്കളെ നേടിയെടുക്കുവാൻ വേണ്ടി ഭൂമിയിൽ എല്ലാ മനുഷ്യരും ഒരുപോലെ ഏതെങ്കിലും ഒരു തൊഴിലിൽ ഏർപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വേല ചെയ്യാത്ത മനുഷ്യന് ആഹാരം ഭക്ഷിക്കുവാൻ അവകാശമില്ല എന്ന് തിരുവെഴുത്തുകൾ പഠിപ്പിക്കുവാൻ കാരണം, വേല എന്നത്, ജോലി എന്നത് ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് നമ്മെ തിരുവെഴുത്തുകൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ഇന്ന് ഈവൻ പ്രായമേറിയവരാണെങ്കിൽ പോലും അവർ പലവിധമായ ജോലികളിൽ ഏർപ്പെടുന്നു. പലവിധമായ ജോലികൾ ചെയ്യുവാൻ തക്കവണ്ണം അവർ ഏർപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. ഒരു ജോലിയും ചെയ്യാതെ ഭവനങ്ങളിൽ കുത്തിയിരിക്കുന്നവർ പലപ്പോഴും തെറ്റായ ചിന്തകളിലൂടെയും തെറ്റായ കാര്യാദികൾ ചെയ്യുവാനും ഒക്കെ ഇടയായിത്തീരുന്നു. അവർ കുറ്റവാളികളായി മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്ന അനവധി അനുഭവങ്ങളെക്കുറിച്ച് നമുക്ക് ഈ നാളുകളിൽ പലവിധമായ വാർത്തകളിലൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. അതുകൊണ്ടാണ് ആ വേലയുടെ പ്രാധാന്യം മനസ്സിലാക്കിയ സർവശക്തനായ ദൈവം സൃഷ്ടിപ്പിൽ സമയത്ത് തന്നെ വേല ചെയ്യുവാൻ, വേലയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, മനുഷ്യർ അവരുടെ സമയം പാഴാക്കുന്നതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തി വേല ചെയ്യുവാൻ, അവർക്ക് കാക്കുവാൻ തക്കവണ്ണം മനോഹരമായൊരു തോട്ടം പരിശുദ്ധനായ ദൈവം നൽകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അതുകൊണ്ട് തന്നെ വേലയുടെ പ്രാധാന്യം മനസ്സിലാക്കിയ നാം ഓരോരുത്തരും ദൈവഹിതപ്രകാരം വേല ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വ്യക്തമായി നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. കാരണം നാം എല്ലാവരും ഈ ലോകത്തിൽ ഏതെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുന്നവരാണ്. എന്നാൽ ദൈവഹിതപ്രകാരം ഒരു ജോലി അല്ലെങ്കിൽ ദൈവഹിതപ്രകാരമുള്ള ജോലികൾ ചെയ്യുന്നതിലായിരിക്കണം ഈ നാളുകളിൽ നാം പ്രഥമമായ സ്ഥാനം നൽകേണ്ടിയത് എന്ന് നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. കാരണം ഒരു ക്രൈസ്തവൻ ചെയ്യുന്ന വേല എന്നത് അവന് ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നിന്നും ഉളവായ വേലയാണ്. നാം പലവിധമായ ജോലികൾ ഈ ലോകത്തിൽ ചെയ്യുന്നവരായിരിക്കാം. എന്നാൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവൻ ചെയ്യുന്ന വേല അവന് ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നിന്നും ഉളവായ ഒരു വേലയാണ്. എത്രയോ ആയിരക്കണക്കിന് പേർ പലവിധമായ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ യേശുവിനെ അറിയുവാനിടയായപ്പോൾ, ദൈവത്തിൻ്റെ കൽപ്പനകളുടെ പ്രാധാന്യം തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായപ്പോൾ, ആ കൽപ്പനകൾക്ക് മാറ്റമില്ല എന്ന് തിരുവെഴുത്തുകളിലെ സത്യം ബോധ്യപ്പെടുവാൻ തക്കവണ്ണം ഇടയായപ്പോൾ, ഒരു ക്രൈസ്തവൻ ധൈര്യസമേതം ഞാൻ 6 ദിവസം അധ്വാനിക്കുവാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്നു, 6 ദിവസം നിന്റെ വേലയൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം തിരഞ്ഞെടുത്തിരിക്കുന്നു, എന്നാൽ 7-ാം ദിവസം അത് ദൈവത്തിൻ്റെ ദിവസമാണ്, ആ ദിവസം വിശുദ്ധമാണ്, അന്ന് നീ ഒരു വേലയും ചെയ്യരുത്. ആ തിരിച്ചറിവ് അനേക ക്രിസ്ത്യാനികളെ ദൈവഹിതപ്രകാരമുള്ള ഒരു വേലയ്ക്കായി ഒരു അനുഭവത്തിലേക്ക് നീങ്ങുവാൻ തക്കവണ്ണം ഇടയാക്കി തീർത്തിരിക്കുകയാണ്. ആയതിനാൽ ധാരാളം മേഖലകളിൽ പ്രവർത്തിക്കുവാൻ നമുക്ക് അവസരമുള്ളപ്പോൾ തന്നെയും ദൈവഹിതപ്രകാരം തെരഞ്ഞെടുപ്പുകളെ നടത്തുവാൻ തക്കവണ്ണം നാം ഓരോരുത്തരും ഈ നാളുകളിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തിങ്കളാഴ്ചത്തെ ഭാഗത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അവിടെ നാം പഠിക്കുവാൻ തക്കവണ്ണം ഉള്ളത് പ്രകൃതിയും വേലയും, വർക്ക് ആൻഡ് നേച്ചർ. പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ച് നാം ഈ തിങ്കളാഴ്ചത്തെ ഭാഗത്തിൽ പഠിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. നാം ചെയ്യുന്ന വേലകൾ, പ്രത്യേകിച്ചും നാം ആദിമ സമയത്ത് ദൈവം നൽകിയതായ വേലകളെക്കുറിച്ച് ആഴമായി ചിന്തിക്കുവാൻ തക്കവണ്ണം നാം ഇടയാകുമ്പോൾ, മനുഷ്യരോട് അവൻ്റെ കൈകൾ കൊണ്ട് ജോലി ചെയ്യുവാൻ, വേല ചെയ്യുവാൻ പരിശുദ്ധനായ കർത്താവ് ആഹ്വാനം ചെയ്തു. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന്, പ്രകൃതിയുമായി ബന്ധപ്പെട്ട് അവരുടെ കൈകൾ കൊണ്ട് മാനുവൽ ലേബർ ചെയ്ത് ജീവിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധനായ കർത്താവ് തൻ്റെ ജനത്തോട് ആവശ്യപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. നാം വേദപുസ്തകത്തിൽ ഉടനീളം വിശ്വാസ പിതാക്കന്മാരെ കുറിച്ച് പഠിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ, ഓരോ വിശ്വാസ പിതാക്കന്മാരും അതാരുമായിക്കൊള്ളട്ടെ, അബ്രഹാമോ അല്ലെങ്കിൽ നോഹയോ ഇസഹാക്കോ യാക്കോബോ, ഓരോ വിശ്വാസ പിതാക്കന്മാരെ നാം പഠിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ അവരൊക്കെയും അവരുടെ കൈകൾ കൊണ്ട് അധ്വാനിച്ച് വിവിധങ്ങളായ ജോലികൾ ചെയ്ത് മാനുവൽ ലേബർ
അനേകരും ഷെപ്പേർഡുകളായിരുന്നു, അവരുടെ കൈകൾ കൊണ്ട് അധ്വാനിക്കുന്ന കൃഷിക്കാരായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ആയതിനാൽ ആദിമ നാളുകളിൽ ദൈവത്തിൻ്റെ ജനത്തിന് അവരുടെ വേലയുമായി ബന്ധപ്പെട്ട് പ്രകൃതിയുമായി അഗാധമായ ഒരു ബന്ധം അവർക്കേവർക്കും ഉണ്ടായിരുന്നു. ചില വാക്യങ്ങളിലേക്ക് നാം ചിന്തിക്കുമ്പോൾ ആവർത്തന പുസ്തകം 16 അധ്യായം 15 വാക്യത്തിൽ, നിന്റെ അനുഭവത്തിലൊക്കെയും നിന്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കും. സഭാപ്രസംഗി 9:10 പറയുന്നു, ചെയ്യുവാൻ സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക. സദൃശവാക്യങ്ങൾ 21:25, മടിയന്റെ കൊതി മരണഹേതു, വേല ചെയ്യുവാൻ അവന്റെ കൈകൾ മടിക്കുന്നുവല്ലോ. യിരെമ്യാവ് 1:16, തങ്ങളുടെ കൈപ്പണികളെ നമസ്കരിക്കുകയും ചെയ്ത് സകല ദോഷത്തെയും കുറിച്ച് ഞാൻ ന്യായവാദം ചോദിക്കും. അപ്പൊ കൈകൾ കൊണ്ട് ചെയ്യുന്ന വിവിധങ്ങളായ പ്രവൃത്തികളെ കുറിച്ച്, വേലകളെ കുറിച്ച് തിരുവെഴുത്തുകൾ ഇവിടെ സൂചിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നു. നാം എന്ത് ചെയ്താലും നാം ചെയ്യുന്ന ജോലിയിൽ നമുക്ക് പൂർണ്ണമായ ഒരു സംതൃപ്തി ഉണ്ടാകണം എന്ന് നമ്മെ പ്രത്യേകമായി ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ ഓർമ്മിപ്പിക്കുകയാണ്. നാം എന്തു ചെയ്താലും ആ പ്രവൃത്തിയിൽ, ആ ജോലിയിൽ നമുക്ക് പൂർണ്ണമായ സന്തോഷം കൈവരുത്തുവാൻ, നേടിയെടുക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ആ ജോലി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരു നന്മയും ഉണ്ടാവുകയില്ല. നാം ചെയ്യുന്ന ജോലിയിൽ നമുക്ക് പൂർണ്ണ സന്തോഷം കണ്ടെത്തുവാൻ സാധിച്ചാൽ, നാം ആ ജോലി ആസ്വദിക്കുവാൻ ഇടയായാൽ, ആ ജോലിയിലൂടെ നമുക്ക് ശാരീരികമായും മാനസികമായും ആത്മീകമായും ധാരാളം നന്മകളെ നമുക്ക് ഏവർക്കും നേടിയെടുക്കുവാൻ തക്കവണ്ണം സാധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ യേശുക്രിസ്തുവിനെ കുറിച്ച് നാം പരിശോധിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ, യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് പിതാവായ ദൈവം അയക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഈ ലോകത്തുള്ള ഒരു കോളേജുകളിലും, ഈ ലോകത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലും ആ നാളിൽ യേശുക്രിസ്തുവിനെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം അവൻ്റെ അപ്പനോ അമ്മയോ പറഞ്ഞു വിട്ടില്ല. മറിച്ച് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ ഒരു വ്യക്തിയായി മാറുവാൻ യേശുക്രിസ്തുവിന് സാധിച്ചു. 12-ാമത്തെ വയസ്സിൽ ആലയത്തിൽ പോയ സമയത്ത് യേശുക്രിസ്തുവിന്റെ വാദമുഖങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണമിടയായ ആ കാലത്തെ പുരോഹിതന്മാരും പരീശന്മാരും വിദ്യാഭ്യാസ സമ്പന്നരുമായവർ യേശുക്രിസ്തുവിന്റെ ജ്ഞാനം കണ്ട് അതിശയിച്ചു പോയി, അവർ വിസ്മയിച്ചു പോയി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ആ ഒരു വിദ്യാഭ്യാസം, ആ ഒരു തലത്തിലേക്ക് ഉയരുവാൻ യേശുക്രിസ്തുവിന് എപ്രകാരമാണ് സാധിച്ചത്? ആ തലത്തിലേക്ക് ഉയരുവാൻ തക്കവണ്ണം യേശുക്രിസ്തു പ്രകൃതിയുമായി ഇടചേർന്ന് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മെ ദൈവം പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ഇൻ ദ ബുക്ക് എഡ്യൂക്കേഷൻ പേജ് നമ്പർ 77 ഇപ്രകാരം യേശുക്രിസ്തു എപ്രകാരമാണ് അങ്ങനെ ഏറ്റവും കേമമായ, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു തലത്തിലേക്ക് ഉയരപ്പെടുവാൻ ഇടയായത്, എന്തുകൊണ്ട്, എങ്ങനെയായിരുന്നു? ഇവിടെ പറയുന്നു പേജ് നമ്പർ 77, ഹിസ് എഡ്യൂക്കേഷൻ, യേശുക്രിസ്തുവിന്റെ എഡ്യൂക്കേഷൻ, ഹിസ് എഡ്യൂക്കേഷൻ വാസ് ഗെയിൻഡ് ഡയറക്ട്ലി ഫ്രം ദി ഹെവൻ അപ്പോയിന്റഡ് സോഴ്സസ്, ഫ്രം യൂസ്ഫുൾ വർക്ക്, from the study of the scriptures and of nature and from the experiences of life. യേശുക്രിസ്തുവിന്റെ വിദ്യാഭ്യാസം എങ്ങനെയായിരുന്നു? ദൈവത്തിൽ നിന്നും നേരിട്ട് ആ വിദ്യാഭ്യാസം കർത്താവായി ദൈവം നേടിയെടുക്കുവാൻ തക്കവണ്ണം ഇടയായി. കൈകൾ കൊണ്ട്, തൻ്റെ കൈകൾ കൊണ്ട് കർത്താവായി യേശുക്രിസ്തു ദിനം തോറും അധ്വാനിച്ചു. അതുമാത്രവുമല്ല, പ്രകൃതിയിൽ നിന്നും അത്ഭുതകരമായ സത്യങ്ങളെ ഓരോ ദിവസവും പഠിക്കുവാൻ, അതിനെ മനസ്സിലാക്കുവാൻ, അതിനെ ഒബ്സർവ് ചെയ്യുവാൻ തക്കവണ്ണം യേശുക്രിസ്തു ഇടയായി തീർന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മോട് പറയുവാൻ തക്കവണ്ണം ഇടയായത്. എന്താണ് പറഞ്ഞത്? നമ്മുടെ കൈകളുടെ പ്രവൃത്തി, നാം നമ്മുടെ കൈകൾ കൊണ്ട് അധ്വാനിക്കണം. ആ അധ്വാനം ഏറ്റവും സന്തോഷത്തോടെ, സംതൃപ്തിയോടെ നാം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായാൽ ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ പറയുകയാണ്, ദാറ്റ് വിൽ ഗീവ് യു സാറ്റിസ്ഫാക്ഷൻ, ദാറ്റ് വിൽ ഗീവ് യു സാറ്റിസ്ഫാക്ഷൻ, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. നാം ഒരു വേല ചെയ്ത് സന്തോഷത്തോടെ, സംതൃപ്തിയോടെ രാത്രിയിൽ ഉറങ്ങുവാൻ കടന്നു ചെല്ലുക എന്നത് എത്രമാത്രം ശരീരത്തിനും മനസ്സിനും അത് വലിയൊരു കുളിർമ നൽകുന്ന അനുഭവമായിരിക്കും. അങ്ങനെയുള്ള വേലയിലായിരുന്നു കർത്താവായ യേശുക്രിസ്തു ഏർപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുന്ന വേലകൾക്ക് പ്രാമുഖ്യം കൊടുക്കുവാനാണ് വാസ്തവത്തിൽ ദൈവം നമ്മോട് ആഹ്വാനം ചെയ്തത് എന്ന സത്യത്തെ നാം തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അങ്ങനെയുള്ള പ്രവൃത്തികളെ ചെയ്യുവാൻ തക്കവണ്ണം പരിശുദ്ധനായ ദൈവമേ, എൻ്റെ കൈകളെ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയും വേണം. വീണ്ടും
എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിൽ ഈ മാനുവൽ ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ കൈകൾ കൊണ്ട് ചെയ്യുന്ന വേലയെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. വിദ്യാഭ്യാസം അല്ലെങ്കിൽ സ്കൂളുകളിൽ പഠിക്കുവാൻ പോകുന്ന ഓരോ വിദ്യാർത്ഥികളും അവരുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തോടൊപ്പം തന്നെ അവർക്ക് ചെയ്യുവാൻ വേലകളും ദൈവം കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. ആ വേല അവരുടെ വിദ്യാഭ്യാസത്തോടൊപ്പം അവർ ചെയ്യുവാൻ ഇടയാകുന്നതിലൂടെ അവർക്ക് വരുത്തുന്ന നന്മകളെ കുറിച്ച് ധാരാളം കാര്യാദികൾ ദൈവം പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. നാം ആമുഖമായി ചിന്തിച്ചു, ഇസ്രായേലിൽ ദൈവം പ്രവാചക പള്ളിക്കൂടങ്ങൾ ശമൂവേൽ പ്രവാചകനിലൂടെ സ്ഥാപിക്കുവാൻ തക്കവണ്ണം ഇടയായപ്പോൾ പ്രവാചക പള്ളിക്കൂടങ്ങളിൽ പഠിക്കുവാൻ തക്കവണ്ണം കടന്നു വന്ന ആ പ്രിയപ്പെട്ടവർ ഒക്കെയും അവരുടെ കൈകൾ കൊണ്ട് വേല ചെയ്യുവാൻ, കൃഷിപ്പണിയോ പലവിധമായ പ്രകൃതിയുമായി ഇടകലർന്നുള്ളതായ വേലകളോ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അവരുടെ അധ്യാപകർ പോലും അവരുടെ ജീവിതത്തെ സന്ധാരണ മാർഗമായി കണ്ടെത്തിയിരുന്നതും മാനുവൽ ലേബർ ആയിരുന്നു എന്ന് നമുക്ക് വ്യക്തമായി ധാരാളം വചനങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. ഇവിടെ ഇൻ ദ ബുക്ക് എഡ്യൂക്കേഷൻ പേജ് നമ്പർ 218 ഇപ്രകാരം മാനുവൽ ലേബർ, പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന ഒരു ക്രൈസ്തവൻ ചെയ്യേണ്ടിയ വേലയുടെ പ്രാധാന്യത്തെക്കുറിച്ചും എപ്രകാരമുള്ള വേലയായിരിക്കണമെന്നതിനെ കുറിച്ചും ഇങ്ങനെ ചില കാര്യങ്ങൾ അവർ എഴുതിയിരിക്കുന്നു. എന്താണ് അവർ എഴുതുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്? മാനുവൽ ട്രെയിനിങ് ഈസ് ഡിസേർവിംഗ് ഓഫ് ഫാർ മോർ അറ്റൻഷൻ ദാൻ ഇറ്റ് ഹാസ് റിസീവ്ഡ്. സ്കൂൾസ് ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് ഇൻ അഡിഷൻ ടു ദ ഹൈയസ്റ്റ് മെന്റൽ ആൻഡ് മോറൽ കൾച്ചർ shall provide the best possible facilities for physical development and industrial training. Instruction should be given in agriculture, in manufacturers, covering as many as possible of the most useful trades, also in household economy, in healthful cookery, in sewing, in hygienic dressmaking, the treatment of the sick and kindred lines, gardens, workshops and treatment rooms should be provided, and the work in every line should be under the direction of the skilled instructors. ദൈവം പറഞ്ഞിരിക്കുന്ന ആ മാതൃകയെ നാം ഓരോരുത്തരും ഈ നാളുകളിൽ പിൻപറ്റുവാൻ ഇടയായിത്തീർന്നിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം എത്രമാത്രം മഹത്വത്തോടെ ഒരു പ്രവൃത്തിക്കായി ദൈവത്തിന്റെ സന്നിധിയിൽ ഒരുങ്ങുവാൻ തക്കവണ്ണം ഇടയായിത്തീരുമായിരുന്നു. ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളൊക്കെ തന്നെ ദൈവികമായ ആ നിർദ്ദേശങ്ങളിൽ നിന്നും എത്രയോ ദൂരം മാറി സഞ്ചരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നിരിക്കുന്നുവെന്ന് ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഇന്ന് അനേകരും പുസ്തകത്തിലെ പരിജ്ഞാനം മാത്രം കൈമുതലായി ഗ്രാജുവേറ്റ് ചെയ്ത് പുറത്തിറങ്ങുന്നവരായി തീർന്നിരിക്കുന്നു. എന്നാൽ ദൈവികമായ പദ്ധതിയെ നാം ആഴമായി ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ, ആ വേലയുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കുവാൻ ഇടയായാൽ, വിദ്യാഭ്യാസത്തിന് വേലയുമായുള്ള ബന്ധത്തെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായാൽ, പ്രകൃതിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായാൽ, we will be creating mighty people in the Lord. നാം ദൈവത്തിൽ ശക്തന്മാരായ വീരന്മാരെ അപ്രകാരമുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ സൃഷ്ടിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുമായിരുന്നു. അതാണ് യഥാർത്ഥമായ വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസം ഒരു മനുഷ്യനെ, മിസസ് വൈറ്റിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ബ്രിങ്ങിങ് എ മാൻ ബാക്ക് ടു ദി ഇമേജ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ സ്വരൂപപ്രകാരം യേശുക്രിസ്തു പരിശീലിക്കപ്പെട്ടതുപോലെ മറ്റുള്ളവർക്ക് വിസ്മയിക്കുവാൻ സാധിക്കുന്ന ഒരു പുരുഷനായി, ഒരു സ്ത്രീയായി മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആയതിനാൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന തൊഴിലുകളിൽ ഏർപ്പെടുവാൻ ഓരോ വിദ്യാർത്ഥിയെയും അവരുടെ സ്കൂളുകളിൽ, സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുവാൻ, പരിശീലിപ്പിക്കുവാൻ തക്കവണ്ണം നാം ഇടയായിത്തീരണം എന്നത് ഒരു ദൈവികമായ നിർദ്ദേശമായിരുന്നു. ആ നിർദ്ദേശങ്ങളെ അവഗണിക്കുവാൻ ഇടയായതിലൂടെ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ദൈവഹിതം നിവർത്തിക്കുന്നത് മതിയാക്കുകയും അവർ ലോകത്തിന്റെ ഇഷ്ടങ്ങളെ നിവർത്തിക്കുവാൻ തക്കവണ്ണം അവരുടെ സാധ്യതകളെ, അവരുടെ ചിന്തകളെ, അവരുടെ ആഗ്രഹങ്ങളെ അവർ ലോകത്തിന് വിറ്റുകളയുകയും ചെയ്തിരിക്കുകയാണ്. ആയതിനാൽ പ്രകൃതിയുമായി ഇടകലർന്നുള്ള ഒരു ബന്ധം, ഒരു വേല, അത് എത്രത്തോളം നമ്മെ ആത്മീയമായി സഹായിക്കും, എത്രത്തോളം മാനസിക വളർച്ചയെ നമ്മെ പ്രേരിപ്പിക്കും, എത്രത്തോളം മറ്റാരിലും ആശ്രയിക്കുവാൻ ഇടവരാതെ സ്വയമായി വേല ചെയ്ത്, സ്വയമായി അധ്വാനിച്ച് പൗലോസിനെ പോലെ നിലനിൽക്കുവാനുള്ള ആ പ്രാധാന്യത്തെക്കുറിച്ച് ഈ പാഠഭാഗം നമ്മെ എത്രമാത്രം വ്യക്തമായി ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഇവിടെ ചൊവ്വാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ വേലയും വൈശിഷ്ട്യവും, വർക്ക് ആൻഡ് എക്സലൻസ്, വർക്ക് ആൻഡ് എക്സലൻസ്.
പുറപ്പാട് പുസ്തകം 25:10 മുതൽ 30 വരെയുള്ള വാക്യങ്ങളെ നാം ഓടിച്ചു വായിക്കുമ്പോൾ ദൈവം മോശയോട് തനിക്ക് വേണ്ടി ഒരു കൂടാരം ഉണ്ടാക്കുവാൻ തക്കവണ്ണം ആവശ്യപ്പെടുന്നു. ഒരു കൂടാരം, എനിക്ക് നിങ്ങളുടെ മധ്യത്തിൽ വസിപ്പാൻ നിങ്ങളൊരു കൂടാരം ഉണ്ടാക്കണം. ആ കൂടാരം പണിയുവാൻ തക്കവണ്ണം ദൈവം മോശയോട് ആവശ്യപ്പെട്ടപ്പോൾ നാം ഒരു കാര്യം ചിന്തിക്കുക. മോശയെ സംബന്ധിച്ച് കൂടാരം ഉണ്ടാക്കുക, ഒരു ആലയം ഉണ്ടാക്കുക, അതായത് എ മൂവബിൾ ടെന്റ്, അല്ലെങ്കിൽ മാറ്റി അടിക്കുവാൻ കഴിയുന്ന ഒരു കൂടാരം പണിയുക എന്നത് മോശയ്ക്ക് വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്. കാരണം അവരപ്രകാരം ജീവിച്ചവരാണ്, ആ ജീവിത ശൈലി വളരെ അടുത്തറിയുന്നവരാണ്. അപ്രകാരമുള്ള ഒരു മനുഷ്യനോട് ഒരു കൂടാരം അടിക്കുവാൻ തക്കവണ്ണം ആവശ്യപ്പെടുമ്പോൾ അത് ഇപ്രകാരമായിരിക്കണം, അതിൽ ഇപ്രകാരമായിരിക്കണം, ഓരോ മുക്കും മൂലയും അത് ഇപ്രകാരമായിരിക്കണമെന്ന പൂർണ്ണമായ നിർദ്ദേശങ്ങൾ ഒന്നിനു പുറകെ ദൈവം കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, ആ വേലയിൽ ഏറ്റവും പരിജ്ഞാനമുള്ള ഒരു മനുഷ്യന് അതിലെ നിസ്സാര കാര്യങ്ങൾ പോലും വ്യക്തമായി ദൈവം പറഞ്ഞു കൊടുക്കേണ്ടിയ ആവശ്യം എന്തത്രേ. എന്നാൽ ആ ആവശ്യം എന്തായിരുന്നു? ഓരോ വേലയും, നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും God expects us to do our best. നമ്മുടെ പൂർണ്ണതയിൽ ഏറ്റവും ഭംഗിയായി, ഏറ്റവും ശ്രേഷ്ഠതയോടെ ഓരോ ചെറിയ വേലയാണെങ്കിൽ പോലും ചെയ്യുവാനുള്ള ദൈവത്തിൻ്റെ അത്ഭുതകരമായ ആ ഒരു ആഗ്രഹത്തെ, ആ ഒരു താല്പര്യത്തെ അപ്രകാരമുള്ള നിർദ്ദേശത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഓരോ വിശദാംശങ്ങളും, കൂടാരത്തിന് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഓരോ വിശദീകരണങ്ങളും ഓരോ വിശദാംശങ്ങളും ആയതുമാത്രവുമല്ല, ഓരോ യാഗങ്ങളും ചെയ്യേണ്ടിയത് എപ്രകാരം, ഏത് വിധത്തിൽ ചെയ്യണം, എപ്രകാരം ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസ് പോലും ദൈവം മോശയോട് അറിയിക്കുവാൻ തക്കവണ്ണം ഇടയായതിലൂടെ പരിശുദ്ധനായ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നാം ചെയ്യുന്ന ഓരോ വേലയും we must do in its best. നാം ഏറ്റവും മഹത്വത്തോടുകൂടി പൂർണ്ണതയിൽ ഏറ്റവും ഭംഗിയായി അത് ചെയ്യുവാൻ തക്കവണ്ണം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഏറ്റവും ശ്രേഷ്ഠമായതിൽ കവിഞ്ഞൊന്നും, ആ ശ്രേഷ്ഠതയിൽ കുറഞ്ഞതൊന്നും ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നില്ല. ഏറ്റവും മേത്തരമായത്, ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും അടുക്കം ചിട്ടയുമുള്ളത്, അതാണ് പ്രിയപ്പെട്ടവരെ നമ്മിൽ നിന്നും പരിശുദ്ധനായ കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ആ കൂടാരത്തിലെ അല്ലെങ്കിൽ യെരൂശലേം ദേവാലയത്തിലെ പലവിധമായ ജോലികൾ ചെയ്യുവാൻ പ്രാഗൽഭ്യം നേടിയ മനുഷ്യരെ ദൈവം തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ഇടയായപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകി ആ വേല ഏറ്റവും ശ്രേഷ്ഠതയോടെ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം അവരെ ശക്തിപ്പെടുത്തിയത്. കാരണം ദൈവം ഒന്നും നിസ്സാരമായി കാണുന്നവൻ ആയിരുന്നില്ല. ആയതുപോലെ തന്നെ നാമും നമ്മുടെ വേലകൾ അത് എത്രത്തോളം ചെറുതോ വലുതോ ആയാലും ഏറ്റവും ശ്രേഷ്ഠതയോടെ, ഏറ്റവും ഭംഗിയായി, ഏറ്റവും മഹത്വത്തോടെ, ഒരു കുറവും ഒരു വ്യക്തിക്ക് പറയുവാൻ കഴിയാത്ത വിധത്തിൽ ആ പ്രവൃത്തികളെ പൂർത്തിയാക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ മാതൃക നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വീഴ്ച ഭവിച്ചതിന് ശേഷമാണെങ്കിൽ പോലും നാം ഇന്ന് വീഴ്ച ഭവിച്ചവരാണ്, കുറവുകളുള്ളവരാണ്, നാം ബലഹീനരാണ് എന്ന് വരികിൽ പോലും പരിശുദ്ധനായ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ കഴിവുകളും ദൈവം നൽകിയ താലന്തുകളും ദൈവം നൽകിയ സമയം, ദൈവം നൽകിയ നന്മകൾ, ഇതൊക്കെ ഓർത്തുകൊണ്ട് നമ്മുടെ ഓരോ ദൗത്യവും ഏറ്റവും മഹത്വത്തോടെ, ഏറ്റവും കൃപയോടെ പൂർണ്ണതയിൽ പൂർത്തീകരിക്കുവാൻ നമ്മെ ദൈവം ഓർമ്മിപ്പിക്കുകയാണ്. ബുധനാഴ്ചത്തെ പാഠം നാം പരിശോധിക്കുമ്പോൾ ആത്മീയതയും വേലയും, വർക്ക് ആൻഡ് സ്പിരിച്വാലിറ്റി. ഇവിടെ in the book Education, page number 225, Mrs. White പറയുന്നു, character building. What friends? എന്താണ് പ്രിയപ്പെട്ടവരെ? character building, സ്വഭാവ രൂപീകരണം. എന്താണ് സ്വഭാവ രൂപീകരണത്തിന് വേലയുമായുള്ള അഭേദ്യമായ ബന്ധം? character building is the most important work ever entrusted to human beings. And never before was its diligent study so important as now. Character development, character building is the most important work God has entrusted upon every human being. ഒരു മനുഷ്യനിൽ ദൈവം ഏൽപ്പിച്ച ഏറ്റവും വലിയൊരു വേലയാണ് അവൻ്റെ സ്വഭാവത്തിൻ്റെ രൂപീകരണം, സ്വഭാവത്തിൻ്റെ ആ ഒരു ബിൽഡിംഗ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ്റെ വേലയെയും അവൻ്റെ ആത്മീയ അനുഭവത്തെയും തമ്മിൽ വേർപെടുത്തി
കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല. വേലയും ആത്മീയ സ്വഭാവവും ഒരുപോലെ ചേർന്ന് പോകുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. ആത്മീയതയും വേലയുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. ദൈവത്തെ അറിഞ്ഞ ഒരു ക്രൈസ്തവൻ, ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുവാൻ സ്വയം തിരഞ്ഞെടുത്ത ഒരു വിശ്വാസിയായവൻ, അവൻ്റെ വേല ദൈവഹിതപ്രകാരമുള്ള തിരഞ്ഞെടുപ്പായിരിക്കും അവൻ എപ്പോഴും നടത്തുക. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, ദൈവത്തിന് അനിഷ്ടമായ ഒരു തൊഴിലും സ്വീകരിക്കുവാൻ തക്കവണ്ണം ആത്മീയനായ ഒരു ക്രൈസ്തവനായ മനുഷ്യന് ഒരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ ആത്മീയ സ്വഭാവം അവൻ്റെ വേലയെ വ്യക്തമായി സ്വാധീനിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അവൻ ചെയ്യുന്ന വേല മറ്റുള്ളവർക്ക് അത്ഭുതകരമായൊരു മാതൃകയായിരിക്കും. അവൻ ചെയ്യുന്ന വേലയുടെ ആ പെർഫെക്ഷൻ വിൽ ഓൾവേസ് ബി എൻ എക്സാമ്പിൾ ടു ഓൾ ദി അതേഴ്സ് ഇൻ ദ സൊസൈറ്റി. അവൻ്റെ കൂട്ടുവേലക്കാർക്കോ അവൻ്റെ സമൂഹത്തിലെ മറ്റുള്ളവർക്കോ അവൻ ചെയ്യുന്ന വേല അനവധിയായ മാതൃകയായിരിക്കും. എത്ര മഹത്വം! ആ വേലയിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ എല്ലാം പൂർണ്ണതയിൽ ചെയ്യുവാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു ക്രൈസ്തവൻ എല്ലായ്പ്പോഴും വെളിപ്പെടുത്തും. ഒരു അധ്യാപകനായിരുന്നാലും, ഒരു ശുശ്രൂഷകനായിരുന്നാലും, വെറും ഒരു കൃഷിപ്പണിക്കാരനായിരുന്നാലും അവൻ ചെയ്യുന്ന വേല അത് മറ്റൊരു വ്യക്തി കാണുമ്പോൾ, ആ വേലയുടെ പെർഫെക്ഷൻ നാം മനസ്സിലാക്കുമ്പോൾ, ആ മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയവനായ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ആ ദൈവത്തിൻ്റെ മാതൃകയെ പിൻപറ്റി ആ ഒരു പെർഫെക്ഷൻ അവിടെ തൻ്റെ വേലയിൽ അവൻ ഇട്ടേച്ചു പോകുന്ന കാഴ്ച അനേകരെ ഒരു മാതൃകയുള്ള അനുഭവത്തിലേക്ക് നടത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ജീവിക്കുന്നതായ, നാം ചെയ്യുന്നതായ നമ്മുടെ വേലകൾ, നാം ചെയ്യുന്നതായ നമ്മുടെ പ്രവൃത്തികൾ എപ്രകാരമാണ് നമ്മുടെ ആത്മീയതയെ വെളിപ്പെടുത്തുന്നത്? അടുക്കും ചിട്ടയുമുള്ള ഓരോ മൈന്യൂട്ട് കാര്യങ്ങളിൽ പോലും വ്യക്തമായ നിർദ്ദേശങ്ങൾ ദൈവം കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി എന്ന് നാം കഴിഞ്ഞ ദിവസത്തെ പാഠത്തിൽ പഠിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഓരോ നിസ്സാര കാര്യങ്ങളിൽ പോലും മനുഷ്യർ നിസ്സാരമെന്ന് കണക്കാക്കിയ പല കാര്യങ്ങളും വളരെ ഗൗരവത്തിലെടുത്ത് ദൈവം ആ കാര്യങ്ങളിൽ വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊടുത്ത് അവയെ ചെയ്ത് കാണുവാൻ തക്കവണ്ണം ഇഷ്ടപ്പെട്ടതുപോലെ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതങ്ങളിൽ അപ്രകാരമുള്ള ഓരോ പ്രവൃത്തിയിലും അതൊരുപക്ഷേ നമ്മുടെ വീടുകളിലെ ഓരോ മുറികളുടെയും വൃത്തിയായിരിക്കാം. ഓരോ മുറിയും അടുക്കും ചിട്ടയോടുകൂടി സൂക്ഷിക്കുക. നാം കിടക്കുന്ന നമ്മുടെ കട്ടിൽ, നാം കിടക്കുന്ന നമ്മുടെ മെത്ത, നമ്മുടെ മുറികൾ, നമ്മുടെ ബെഡ്റൂമുകൾ, നമ്മുടെ വീടിലെ ഓരോ മുറികൾ, അടുക്കള, ഇതൊക്കെ വളരെ വ്യക്തമായി, വളരെ അടുക്കും ചിട്ടയോടെ, വൃത്തിയോടെ സൂക്ഷിക്കുന്നതിലൂടെ ഒരു മനുഷ്യൻ അവൻ ആത്മീയനാണോ, അവൻ ദൈവത്തെ വാസ്തവമായും ഏറ്റെടുത്തവനാണോ, അവൻ ദൈവഹിതപ്രകാരം ജീവിക്കുന്നവനാണോ എന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഒരു മനുഷ്യൻ ദൈവത്തോടുകൂടെ നടക്കുന്നവനാണ് എന്ന് സ്വയം അവകാശപ്പെടുകയും അവൻ്റെ ഭവനത്തിൽ, അവൻ്റെ മുറിയിൽ അവന് വാരി വലിച്ചിട്ട് യാതൊരു വിധമായ അടുക്കും ചിട്ടയുമില്ലാതെ എല്ലാം വാരി വിതറി വാരി വലിച്ച് ഇട്ടുകിടക്കുന്ന ഒരു അനുഭവത്തിലാണ് ആ മനുഷ്യൻ്റെ മുറിയെങ്കിൽ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, അവൻ വാസ്തവമായും ക്രിസ്തുവിനോടുകൂടെ സഞ്ചരിക്കുന്നവനല്ല. ക്രിസ്തു വസിക്കുന്ന ഒരു ഹൃദയമുള്ളവനാണെങ്കിൽ അപ്രകാരം അവൻ്റെ മുറിയിൽ തന്നെ, ആ ഭവനത്തിൽ തന്നെ കടന്നു ചെല്ലുമ്പോൾ അവിടെ എല്ലാം വിശുദ്ധിയോടെ, അടുക്കും ചിട്ടയോടെ ക്രിസ്തു വസിക്കുന്ന ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ നമുക്കത് അനുഭവിക്കുവാൻ തക്കവണ്ണം സാധിക്കും. അങ്ങനെ നാം പരിശോധിക്കുമ്പോൾ നമ്മുടെ അടുക്കളയായാലും, നമ്മുടെ ബെഡ്റൂമുകളായാലും, നമ്മുടെ വിസിറ്റിംഗ് റൂമുകളായാലും ഏറ്റവും മഹത്വത്തോടെ, ഏറ്റവും അടുക്കും ചിട്ടയും വൃത്തിയുമോടെ സൂക്ഷിക്കുവാൻ നാം ഇടയാകുന്നതിലൂടെ അവിടെ കടന്നു വരുന്നവരിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആത്മീയ സ്വഭാവം നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയെയും വ്യക്തമായി പ്രതിഫലിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും നാം ചെയ്യുന്ന ദൈനംദിനമായ കാര്യാദികളിലൂടെ എപ്രകാരമാണ് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നാം നമ്മുടെ ആത്മീയതയെ വെളിപ്പെടുത്തുന്നത്? നാം യഥാർത്ഥ ആത്മീയനായി ജീവിക്കുവാൻ ഇടവരുന്നു എന്ന് വരികിൽ അത് നമ്മുടെ ദൈനംദിനമായ സർവ്വ കാര്യാദികളിലൂടെയും വ്യക്തമായി പ്രതിഫലിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. വ്യാഴാഴ്ചയിലേക്ക് നാം കടന്നു പോകുമ്പോൾ കാര്യവിചാരകത്വവും വേലയും എന്ന ഭാഗത്തിൽ, വർക്ക് ആൻഡ് സ്റ്റുവർഷിപ്പ് എന്ന ഭാഗത്തിൽ നാം ചിന്തിക്കുന്നു. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തരായിരിക്കും. നാം വളരെ വിശ്വസ്തയോടെ ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും നീ ശക്തിയോടെ ചെയ്യുക എന്ന് സഭാപ്രസംഗിയുടെ പുസ്തകം 9:10 വാക്യം നമ്മെ ദൈവം ഓർമ്മിപ്പിക്കുകയാണ്. സഭാപ്രസംഗി 9:10 1 കൊരിന്ത്യർ 10:31 ഒക്കെ നാം വായിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ നമ്മുടെ സർവ്വതും ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവാൻ തക്കവണ്ണം ദൈവം വിളിച്ചിരിക്കുന്നു. നമുക്കുള്ള സമയം, നമുക്കുള്ള ഊർജം, നമ്മുടെ താലന്തുകൾ, ഇവയൊക്കെ തന്നെ ദൈവവുമായിട്ടുള്ള ഒരു കാര്യവിചാരക
പ്രത്യേക ബന്ധത്തിൽ ഏർപ്പെടുവാൻ തക്കവണ്ണം നമ്മിൽ ഏൽപ്പിക്കപ്പെട്ടവയാണ്. ആ ഒരു ബന്ധം ദൈവത്തിൻ്റെ ദാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവയെ തക്കത്തിൽ ശ്രേഷ്ഠതയോടെ ഉപയോഗിക്കുവാനും പരിശുദ്ധനായ ദൈവം നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇവിടെ ക്രിസ്തീയ വേല വളരുന്നത് കൂട്ടായ്മയിലൂടെയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം പരിശീലിക്കാവുന്ന വഴികളിൽ ഒന്നാണ് വേല. നമ്മുടെ ആത്മീയ ജീവിതത്തെ തട്ടുകളായി തിരിക്കുക, ഒരു ദിവസത്തെ മണിക്കൂറുകളോ മിനിറ്റുകളോ ഒക്കെ ആക്കി മാറ്റുവാൻ തക്കവണ്ണം ഇടയായാൽ ഓരോ നിമിഷവും ദൈവത്തോടൊപ്പം വേല ചെയ്യുന്ന ആ ഒരു അനുഭവത്തിൽ നിലനിൽക്കുവാനായിട്ട് പരിശുദ്ധനായ കർത്താവ് നമുക്ക് ധാരാളം സമയം, ധാരാളം ഊർജം, ധാരാളം താലന്തുകൾ, ധാരാളം നന്മകൾ അനവധിയായി നമുക്ക് നൽകിയിരിക്കുകയാണ്. നാം ഒരിക്കലും ദൈവത്തെ മറന്ന് ഈ ഭൂമിയിൽ വേല ചെയ്യുവാൻ തക്കവണ്ണം പാടില്ല. നാം ചെയ്യുന്ന ഏത് വേലയിൽ നാം ഉൾപ്പെട്ടാലും പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ദൈവത്തെ മറന്നുകൊണ്ടുള്ള ഒരു വേലയ്ക്കായി നമ്മുടെ സമയത്തെ നാം ഒരിക്കലും പാഴാക്കരുത്. ദൈവത്തെ മറന്നുകൊണ്ടുള്ള ഒരു പ്രവൃത്തിക്കായി നമ്മുടെ താലന്തുകളെ നാം ദുരുപയോഗം ചെയ്യരുത്. ദൈവത്തെ മറന്നുകൊണ്ടുള്ള ഒരു ശുശ്രൂഷയ്ക്കായി, ഒരു നിയോഗത്തിനായി, ഒരു ജോലിക്കായി നാം ഒരിക്കലും നമ്മുടെ ഊർജത്തെ, നമ്മുടെ സമയത്തെ, നമ്മുടെ താലന്തുകളെ, നമ്മുടെ കഴിവുകളെ, ദൈവം നൽകിയ ദാനത്തെ നാം ഒരിക്കലും ഉപയോഗിക്കുവാൻ പാടില്ല. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ കാര്യവിചാരകന്മാരാണ്. ദൈവം നമുക്ക് നൽകിയ എല്ലാ താലന്തുകൾക്കും, എല്ലാ കഴിവുകൾക്കും, എല്ലാ ഊർജത്തിനും, എല്ലാ ശക്തിക്കും, എല്ലാ ആരോഗ്യത്തിനും നാം ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടിയവരാണ് എന്ന ചിന്തയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നല്ല കാര്യവിചാരകന്മാരായി നിലനിൽക്കുവാൻ നമ്മെ ഈ പാഠം വ്യക്തമായി ഓർമ്മിപ്പിക്കുകയാണ്. നാം ചെയ്യുന്ന വേലകളിൽ ആ ഒരു കാര്യവിചാരകത്വ ബോധം എല്ലായ്പ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവിടെ വെള്ളിയാഴ്ചത്തെ പാഠത്തിൽ നാം പ്രവേശിക്കുമ്പോൾ വേല ഒരു അനുഗ്രഹമോ ശാപമോ, വേല ഒരു അനുഗ്രഹമോ ശാപമോ, നാം ശ്രദ്ധയോടെ വായിച്ചാൽ നമ്മെ ശപിക്കുവാനല്ല നമുക്ക് വാസ്തവത്തിൽ ദൈവം വേലകളെ നൽകിയത്. ഏദൻ തോട്ടത്തിൽ പാപത്തിന് മുൻപേ വേല നൽകിയ ദൈവം നമ്മെ ശപിക്കുവാനല്ല, അവനെ കഷ്ടപ്പെടുത്തുവാനല്ല, അവന് ഒരു പണി കൊടുക്കുവാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അത് അവനൊരു നന്മയായിരിക്കുവാൻ, അവൻ വെറുതെ ഇരിക്കുന്നതിനേക്കാളും എത്രയോ ശ്രേഷ്ഠമാണ് അവൻ്റെ കൈകൾ കൊണ്ട് അധ്വാനിച്ച് ജീവിക്കുന്നത്. അതിലൂടെ അവൻ ആത്മീകമായി, ശാരീരികമായി, മാനസികമായി ധാരാളം നന്മകൾ ലഭിക്കാൻ ഇടയായിത്തീരും എന്ന് മനസ്സിലാക്കിയ ദൈവം അതൊരു നന്മയായി, ഒരു അനുഗ്രഹമായി ഏദനിൽ തന്നെ കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അപ്രകാരം ചെയ്യുന്നതിലൂടെ നമുക്ക് ധാരാളം നന്മകൾ, നമ്മുടെ വികാരങ്ങളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും നിയന്ത്രിക്കുവാൻ നാം ചെയ്യുന്ന കൈവേലകൾ നിമിത്തം നമുക്ക് സാധിക്കുന്നു. ഒരിടത്ത് ഒരു വേലയും ചെയ്യാതെ ഒരു മനുഷ്യൻ കുത്തിയിരുന്നാൽ അവൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ അവന് സാധിക്കാതെ വരും. അവൻ്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുവാൻ, കടിഞ്ഞാണിടുവാൻ അവന് വഹിയാണ്ട് വരും. എന്നാൽ നിരന്തരം വേല ചെയ്യുവാൻ തക്കവണ്ണം സ്വയം ഏൽപ്പിച്ചവൻ വിശ്വസ്തയോടെ അവന് ദൈവം ഏൽപ്പിച്ചതായ താലന്തുകളെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നതിലൂടെ അവന് ധാരാളം തിന്മകളെ അതിജീവിക്കുവാൻ തക്കവണ്ണം ദൈവം കഴിവും കരുത്തും നൽകുകയാണ്. സ്വയം നിയന്ത്രണത്തിൻ്റെ ശീലങ്ങൾ വളർത്തിയെടുക്കുവാൻ, പാപത്തിൻ്റെ അധപ്പതനത്തിൽ നിന്നും നാശത്തിൽ നിന്നും മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവത്തിൻ്റെ അത്ഭുതകരമായൊരു പദ്ധതിയുടെ ഭാഗമായിരുന്നു നമ്മെ ദൈവം ഏൽപ്പിച്ച ഓരോ വേലയും. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, വേല ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു നന്മയാണ് എന്ന് നാം തിരിച്ചറിയുക. നാം ചെയ്യുന്ന ഓരോ വേലകളും നമുക്ക് നന്മയായിരിക്കുവാൻ തക്കവണ്ണം ദൈവം നൽകിയിരിക്കുകയാണ്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, നാം ചെയ്യുന്ന, നമ്മുടെ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും വീട്ടിൽ ചെറിയ ചെറിയ ഉത്തരവാദിത്വങ്ങൾ അവരെ നാം ഏൽപ്പിക്കുക. ഒരു മുറി വൃത്തിയാക്കുവാൻ, ചില പാത്രങ്ങൾ കഴുകുവാൻ, അല്ലെങ്കിൽ ചെറിയൊരു ഗാർഡൻ ഉണ്ടാക്കുവാൻ, അല്ലെങ്കിൽ അവരുടെ കിടക്കകൾ നന്നായി അടുക്കി വയ്ക്കുവാൻ, അവരുടെ മുറികൾ നന്നായി വൃത്തിയായി സൂക്ഷിക്കുവാൻ, ഇങ്ങനെയുള്ള ചെറിയ ഓരോ വേലകളും ഒരു മനുഷ്യനെ മേത്തരമായ വേലകൾ ചെയ്യുവാൻ തക്കവണ്ണം യോഗ്യനാക്കി തീർക്കുന്നു. ചെറിയ ചെറിയ വേലകളിൽ നാം വിശ്വസ്തത പുലർത്തിയാൽ വലിയ ഉത്തരവാദിത്വങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം ആ പ്രവൃത്തികളിലൂടെ നമ്മെ പ്രാപ്തരാക്കി തീർത്തും. നമ്മുടെ സ്വഭാവങ്ങളിൽ മാറ്റമുണ്ടാകും. നമ്മുടെ സ്വഭാവത്തിൻ്റെ അത്ഭുതകരമായ മഹത്വം നാം ചെയ്യുന്ന ഓരോ വേലയിലും വ്യക്തമായി പ്രതിഫലിക്കും എന്ന വലിയ സത്യത്തെ പരിശുദ്ധനായ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആയതിനാൽ നമ്മോട് ചെറിയ ചെറിയ വേലകൾ ചെയ്യുവാൻ തക്കവണ്ണം പരിശുദ്ധനായ ദൈവം തൻ്റെ വചനത്തിലൂടെ, ശുശ്രൂഷകന്മാരിലൂടെ, നമ്മുടെ മാതാപിതാക്കളിലൂടെ, നമ്മുടെ മൂപ്പന്മാരിലൂടെ, പ്രായമേറിയവരിലൂടെ നമ്മോട് പറയുമ്പോൾ, അതൊരു തിന്മയായി കാണാതെ അതെനിക്ക് നന്മയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ, സഹനശക്തിയോടെ, ഏകാഗ്രതയോടെ, സമർപ്പണത്തോടെ ആ വേലകൾ ചെയ്യുവാൻ നാം നമ്മെ സമർപ്പിച്ചാൽ ആ വേലകൾ പൂർണ്ണതയോടെ, ഭംഗിയോടെ, ഏറ്റവും
മേത്തരമായി ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകുന്നതിലൂടെ ആ പ്രവൃത്തി നമ്മുടെ സ്വഭാവത്തിൽ മാറ്റങ്ങളെ വരുത്തുകയും ആ പ്രവൃത്തിയിലൂടെ ദൈവത്തിൻ്റെ സ്വഭാവം നമുക്ക് വെളിപ്പെടുത്തുവാൻ കഴിയുകയും ഒക്കെ ചെയ്യുമെന്ന് ഇന്നത്തെ പാഠഭാഗം നമ്മെ വ്യക്തമായി ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ആരെയാണ് സേവിക്കുന്നത്? ഓരോ ക്രൈസ്തവനും അവർ ചെയ്യുന്ന വേലയുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധമുണ്ട് എന്നും ആ വേല നമ്മുടെ നന്മയ്ക്കായി ദൈവം ആദിയിൽ തന്നെ ഏൽപ്പിച്ചു എന്നുമുള്ള വലിയേറിയ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആ വേലയുടെ പ്രാധാന്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് സമർപ്പണത്തോടെ നൽകപ്പെടുന്ന ഓരോ ചെറിയ വേലയും മഹത്വത്തോടെ പൂർണ്ണതയിൽ ചെയ്ത് ക്രിസ്തു എന്ന തലയോളം വളരുവാൻ കർത്താവായ ദൈവം ഈ പാഠഭാഗത്തിൻ്റെ പഠനത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവം ഈ പാഠത്തിൻ്റെ പഠനത്തിലൂടെ നമ്മുടെ കണ്ണുകളെ തുറപ്പിച്ച് ഏത് വേലയും മഹത്വത്തോടെ ശ്രേഷ്ഠതയോടെ പൂർണ്ണതയോടെ ചെയ്യുവാൻ കർത്താവായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വേല ചെയ്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിയുള്ളവരായി നിലനിൽക്കുവാൻ കർത്താവായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. പിണർ പോൽ ശോഭിക്കുമാദിനം പ്രധാന ദൂതൻ തൻ കാഹളം കേട്ടിടുമ്പോൾ. ശുദ്ധരിൻ ഗണമുയർക്കുമക്ഷയരായി മറുരൂപം പ്രാപിക്കും അന്നാളിൽ നാം. തൻ വരവിൻ ദിനം അത്ഭുതമാം ദിനം രോഗദുഃഖാദികൾ മാറിടുമാദിനം. നമുക്കായൊരുക്കിയ അത്ഭുത ഭവനം കർത്തൻ വരവിനായൊരുങ്ങിടുക.
സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷതയൻ